അവർ ചെയ്യാൻ പോകുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ യേശു ക്രിസ്തു ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച കൊടുത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കാഴ്ച കിട്ടിയതിന് ശേഷം പുള്ളി കാണിച്ചിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് പല ഗുരുക്കന്മാരും അന്ന് അങ്ങനെ അയാൾക്ക് കാഴ്ച കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പല ഗുരുക്കന്മാരും അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തർക്ക് വരുന്നത് ആ വ്യക്തികളെ അങ്ങനെ ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു ദോഷം പ്രാർത്ഥിച്ച് വേദനിച്ച് മാറാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ച് ആ അസുഖമൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ പുള്ളിയുടെ ആ കർമ്മഗതി അത് നമ്മൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരൂ എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണ് ഈ ഒരു അസുഖം പുള്ളിയുടെ മാറിയത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ മറ്റൊക്കെ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ വരുത്തിയതെന്ന് ചോദിക്കരുത്. കാരണം ഇതൊക്കെ വരുന്നതിന് പ്രകൃതിക്ക് അതിൻ്റെ വ്യക്തമായ ഓരോ മനുഷ്യനെ പഠിപ്പിക്കാനും അവനെ പരിണമിപ്പിക്കാനും വേണ്ടി പ്രകൃതി കൊടുക്കുന്ന ചില അവസരങ്ങളാണിത്. അതറിയാതെ നമ്മൾ ഇതിനൊക്കെ മാജിക്കിലൂടെ മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് തന്നെ വിനയായിട്ട് വരും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം കൂടെയാണ് എൻ്റെ ഈ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പുള്ളിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഞാൻ ആശ്രമത്തിൽ, നമ്മളിവിടെ ഇപ്പോൾ ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു ഓണറേറിയം കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു സേവനം പോലെയാണ്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പൈസ, പിന്നെ നമുക്ക് താമസ സൗകര്യമുണ്ട്, ഭക്ഷണം എല്ലാം ഫ്രീ ആണ്, മരുന്ന് ഫ്രീ ആണ്, എല്ലാമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസ കിട്ടുന്നത് ഞാൻ സേവ് ചെയ്ത് ഉണ്ടാക്കിയ എൻ്റെ കുറച്ച് എമൗണ്ട് ആ ഡെലിവറി ടൈമിൽ എനിക്ക് കിട്ടിയായിരുന്നു. അത് എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാണാനില്ല ആളെ. ആ 2 ദിവസം ഇവിടെ ആശ്രമം മുഴുവൻ അന്വേഷിച്ചു. 3-ാം ദിവസം പുള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വിഷമിച്ച് ഞാൻ അഭിമന്യ ശിഷ്യപൂജ എടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഗുരു പറഞ്ഞതാണ്, മോൻ ഒന്നും ചോദിക്കരുത്, അവനൊരു തെറ്റു പറ്റിയിട്ടുണ്ട്, ഒന്നും ചോദിക്കരുത്, എന്തോ ആയിക്കോട്ടെ പറഞ്ഞ് ക്ഷമിക്കൂ. ഇതാണ് എനിക്ക് കിട്ടിയത്. അത് ഇപ്പം കുടുംബം നശിപ്പിക്കുന്ന ഗുരു ഇങ്ങനെയാണോ ചെയ്യുന്നത്? സാധാരണ ഇപ്പം എൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിരുന്നെങ്കിൽ ഇനി പറഞ്ഞാൽ ഇനി ഇവനെ ഇവിടെ കയറ്റണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഗുരു അയാളെയും കൂടെ കരുതുകയാണ്, അയാളെയും കൂടെ ക്ഷമിച്ച് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പോട്ടെ എന്ന് തന്നെയാണ് ഗുരു നോക്കിയത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായെങ്കിലും, കാരണം പ്രസവിച്ചോടൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ആരും ഇല്ല എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചപ്പോൾ ഗുരു അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇയാൾക്ക് എനിക്ക് തോന്നും ഇയാൾ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. പിന്നീട് 2ാമത്തെ കുട്ടി പുഷ്പം ജനിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി വീണ്ടും ഒരിക്കൽ കൂടെ നാട് വിടുകയാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അത് എൻ്റെ മോക്ക് 8 മാസമുള്ളപ്പോൾ നാട് വിട്ടു. അത് നാട് വിടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കുക. അന്ന് ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പേ പുള്ളി ചെവിയിൽ ഇതും വെച്ചിങ്ങനെ റോട്ടിൽ കൂടെ സംസാരിച്ച് കിടക്കും. അന്നത്തെ ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വട്ടാണെന്നേ വിചാരിക്കുള്ളൂ. ഇന്നിപ്പോൾ എല്ലാം കുറേ. അപ്പോൾ അന്ന് പുള്ളി ഇവിടെ കമ്പ്യൂട്ടർ കഫേയിൽ പോയിരുന്നു ഇമെയിൽ ചെക്ക് ചെയ്യുക, ഇതിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് പുള്ളിക്ക് ഇങ്ങനെ സംസാരം, കളി, ചിരി, തമാശ.